ഹലോ. അപ്പോൾ ഇന്ന് കുറേ നാൾക്ക് ശേഷം കിളിമീൻ കിട്ടി കേട്ടോ. കിളിമീനിന് പുയ്യാപ്പിളക്കൂരൻ ചെമ്പല്ലി എന്നൊക്കെ ഈ മീനിനെ പറയൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് മീനാണ്. അപ്പോൾ നമുക്കിതൊന്ന് വറക്കാം. അപ്പോൾ അതാ ചീഞ്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഓരോരോ മീനിനായിട്ട് എടുത്തിടാം. അടിപൊളിയല്ലേ? ഈ മീൻ വറക്കാൻ മാത്രമാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ കറി വെക്കുന്നതിനേക്കാളും. ഞാനിത് അതിലേക്ക് കറിവേപ്പില ഇടാൻ മറന്നുപോയി. അപ്പം അതാ കറിവേപ്പില ഇട്ടു. നിങ്ങൾ മറക്കാതെ കറിവേപ്പില ഇടണേ. അതിൻ്റെ ഫ്ലേവർ ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റാണ് മീൻ വറുത്തതിൽ. അപ്പം നമുക്ക് ഈ സുന്ദര കുട്ടപ്പന്മാരെ ഒന്ന് മറച്ചിടാം. നമ്മുടെ മീൻ കുട്ടന്മാരെയൊക്കെ ഞാൻ മറച്ചിട്ടിട്ടുണ്ട്. ഇനി അത് നന്നായി ഒന്ന് വേവട്ടെ. മീൻ ഇങ്ങനെ എണ്ണയിൽ തിളയ്ക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ? പ്രത്യേകിച്ച് ഫ്രൈ ചെയ്ത ഫിഷ് ഇഷ്ടപ്പെട്ടായിരിക്കും. ഞാൻ ഫ്രൈ ചെയ്ത ഫിഷിൻ്റെ ആളാണ് കേട്ടോ. മീൻ കറിയിൽ വെച്ച മീൻ എനിക്കിഷ്ടമല്ല, കറി അത്ര ഇഷ്ടമല്ല. പക്ഷേ വറുത്ത മീൻ അതൊരു പ്രത്യേക സ്വാദ് തന്നെ എൻ്റെ സാറേ. അപ്പം അതാ നമ്മുടെ പുയ്യാപ്പളന്മാരെല്ലാവരും ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഇതാ ഇന്നത്തെ ചോറിനുള്ള ഐറ്റംസാണ്. ചോറ്, മുരിങ്ങയില പരിപ്പിട്ട കറി, അവരയ്ക്ക ഉപ്പേരി, മീൻ വറുത്തത്, പിന്നെ നമ്മുടെ വറ്റൽ വറുത്തത് കേട്ടോ. ഞങ്ങൾ കുറേ നാൾക്ക് ശേഷമാണ് മുരിങ്ങൻ്റെ ഇല കൂട്ടുന്നത്. കാരണം ഞങ്ങൾ കർക്കിടക മാസം മുരിങ്ങൻ്റെ ഇല കറി വെക്കില്ല. ബാക്കി 10 ഇലകളാണ് കറി വെച്ച് കഴിക്കുക. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ 10 ഇലകളും കഴിച്ചില്ല, മുരിങ്ങൻ്റെ ഇലയും കഴിച്ചില്ല. അപ്പോൾ ഇതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.